തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. പ്രിയപ്പെട്ടവരെ, വചനവർഷത്തിലെ ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനങ്ങൾക്കുള്ള ഒരാമുഖമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങളുടെ മുഖവുര പ്രത്യേകിച്ച് PUC ബൈബിളിൽ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏത് പുസ്തകങ്ങളിലും ഇൻട്രൊഡക്ഷൻ ടു ദ ബൈബിൾ ആ സീരീസിലുള്ള ഏത് പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയുന്നില്ല. നമുക്ക് ഇത് സംബന്ധിച്ച് 2 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. സങ്കീർത്തനങ്ങൾ യഹൂദരുടെ പ്രാർത്ഥന പുസ്തകമാണ്. സേഫർ തെഹില്ലീം എന്നാണ് ഹീബ്രു ഭാഷയിൽ പറയാം. ദ ബുക്ക് ഓഫ് ഹിംസ് എന്ന് പറയാം. തെഹില്ലീം ഹല്ലേൽ എന്ന മൂലത്തിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് സ്തുതിപ്പുകളാണ്. പക്ഷേ സ്തുതിപ്പുകൾ മാത്രമല്ല, പരാതികൾ, ആവലാതികൾ. ദൈവത്തെ തന്നെ മനുഷ്യൻ കുറ്റപ്പെടുത്തുന്നു. ദൈവമേ, നീ ഉറങ്ങുകയാണോ? നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്നൊക്കെ ആവലാതികൾ പറയുന്നുണ്ട്. എല്ലാ സങ്കീർത്തനങ്ങളും ദൈവത്തെക്കുറിച്ചോ ദൈവികമായ ഉടമ്പടിയെക്കുറിച്ചോ ആണെന്നില്ല. ചില സങ്കീർത്തനങ്ങൾ വിജ്ഞാന സങ്കീർത്തനങ്ങളാണ്. മാനുഷികമായ വിജ്ഞാനം അത് നമുക്ക് തരുന്നു. നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധയൂന്നുന്നത് എല്ലാ സങ്കീർത്തനങ്ങളും ക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവുസിലെ ശിഷ്യന്മാരോടൊപ്പം കർത്താവ് നടന്നു പോകുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സാധാരണ രീതിയിൽ നിയമവും സങ്കീർത്തനവും എന്ന് പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ ബൈബിൾ, തൊറ, നബീം. എന്നാൽ ഇവിടെ കർത്താവ് ഒരു കാര്യം കൂട്ടിച്ചേർത്തു. നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും ഇത് യഹൂദരുടെ സ്തുതിപ്പിൻ്റെ പുസ്തകമാണ്. എന്നാൽ ഇത് ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദ റബിമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് പറയാം. സഫർ തെഹില്ലിം, ദ ബുക്ക് ഓഫ് ഹിംസ്, ഈസ് എ ഫെയ്ത്ത്ഫുൾ കമ്പാനിയൻ, unerring guide, giving voice to prayer
comfort in misfortune, faith in adversity, and light in darkness. The familiar phrases of Tehillim flow constantly from Jewish lips at all times. In all seasons, whether joy or sorrow, triumph or failure, there is always a psalm to fit the occasion. ഇവിടെ അവ്രോഹോം കായിം ഫൊയർ സങ്കീർത്തനങ്ങളുടെ ആമുഖത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വാചകമാണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത്. അതിനാൽ ഒരു യഹൂദനെ സംബന്ധിച്ച് ഏത് അവസരമാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് വസന്തയുടെ സമയം, മരണത്തിൻ്റെ സമയം, ഏത് സമയത്താണെങ്കിലും വിജയത്തിലും പരാജയത്തിലും എല്ലാം അതിന് ഇണങ്ങുന്ന ഒരു സങ്കീർത്തനം യഹൂദൻ്റെ വായിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് ഒഴുകും എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്പെക്ട്രം ആണ് ഈ സങ്കീർത്തനങ്ങൾ. സങ്കടവും സന്തോഷവും നിരാശയും ആവലാതികളും മനുഷ്യന് എന്തെല്ലാം വികാരമുണ്ടോ ആ വികാരങ്ങളുടെ എല്ലാം ഒരു നിദർശനം, ഒരു കണ്ണാടിയാണ് സങ്കീർത്തനങ്ങൾ. ഇനിയും യഹൂദ റബിമാർ എങ്ങനെയാണ് സങ്കീർത്തനങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്? അവർ പറയുന്നു, ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവന് 2 വരങ്ങൾ അല്ലെങ്കിൽ 2 സ്ഥാനങ്ങൾ കൊടുത്തു. ഒന്ന്, ഹീബ്രു ഭാഷയിൽ മൽക്കൂത്ത് എന്ന് പറഞ്ഞാൽ സൊവർണിറ്റി. പിന്നെയുള്ളത് ഷീറോത്ത്, പാട്ടുകൾ. അവന് രാജത്വം കൊടുത്തു, പാട്ട് പാടാനുള്ള വരവും കൊടുത്തു. എന്നാൽ ആദാമിന് നമ്മുടെ മലങ്കര സഭയിൽ അല്ലെങ്കിൽ അന്ത്യോക്യൻ ആരാധനക്രമത്തിലെ ദുഃഖവെള്ളിയാഴ്ചയിൽ നമ്മൾ പറയുന്നുണ്ട്, ആദാം 3 മണിക്കൂർ സമയം പറുദീസായിലിരുന്നു. അപ്പോൾ ആദാം പറുദീസായിൽ ജീവിച്ചത് വെറും 3 മണിക്കൂർ മാത്രമാണ്. അതിനുശേഷമാണ് ഭാര്യയുടെ ഉപദേശപ്രകാരം അവന് വിലക്കപ്പെട്ട പഴം തിന്നുകയും പാപിയായി തീരുകയും ചെയ്തത്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആ നിമിഷം മുതൽ അവന് ഈ 2 വരങ്ങളും മൽക്കൂത്ത്, ഷീറോത്ത്, രാജത്വവും പാട്ടുകളും അവന് നഷ്ടപ്പെട്ടു. കാരണം അവന് ഒരാളായിട്ട് നിന്ന് ദൈവത്തിൻ്റെ സ്തുതിപ്പ് പാടാൻ അല്ല അവനെ നിയോഗിച്ചിരുന്നു. പിന്നെയോ എല്ലാ സൃഷ്ടികളുടെയും സംഗീതം നയിക്കേണ്ട ഒരു കൊയർ മാസ്റ്ററായിട്ടാണ്. അപ്പോൾ ആദാമിന് പാപം ഉള്ളിൽ പ്രവേശിച്ചതോടെ അവൻ്റെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ ഹാർമണി നഷ്ടപ്പെട്ടപ്പോൾ ഹാർമോണിയം എന്ന വാക്ക് നമുക്കറിയാം. ഒരു നോട്ട് വേറൊരു നോട്ടിനോട് ചേർന്ന് പോകുന്നതാണ്, അതാണ് ഹാർമണി. ആദാമിൻ്റെ ജീവിതത്തിലെ ഹാർമണി നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ പാട്ടും നഷ്ടപ്പെട്ടു. ഇനിയും ആദാമിന് നഷ്ടപ്പെട്ട ഈ 2 വരങ്ങൾ ദൈവം ഇസ്രായേലിന് നൽകുവാനായിട്ട് മനസ്സാവുകയാണ്. അതിനാൽ ദൈവം
ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന ജനത്തെ സീനായി മരുഭൂമിയിൽ കൊണ്ടുവരികയും സീനായി മലയിൽ വെച്ച് ദൈവം അവർക്ക് സ്വയം വെളിപ്പെടുത്തി തൻ്റെ കൽപ്പനകൾ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ നിയമം ജനം അംഗീകരിച്ചപ്പോൾ ആദാമിന് കിട്ടിയ വരം അവർക്ക് തിരികെ കിട്ടി. മൽക്കൂത്ത് ഷീറോത്ത്. അതുകൊണ്ട് സങ്കീർത്തനം 82:6 പറയുന്നു, യു ആർ ലൈക്ക് ഏഞ്ചൽസ് ആൻഡ് ഓൾ ഓഫ് യു ആർ സൺസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. നിങ്ങൾ മാലാഖമാരെ പോലെയാണ്, നിങ്ങളെല്ലാവരും അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ സീനായി മലയിൽ ഈ പാപികളായ മനുഷ്യർക്ക് ഒരു അപ്ഗ്രഡേഷൻ, ഒരു ഔന്നത്യം ലഭിക്കുകയാണ്. അവർ ദൈവ മക്കളായി തീർന്നു, അല്ലെങ്കിൽ മാലാഖമാരെ പോലെയായി അത്യുന്നതൻ്റെ മക്കളായി തീർന്നു. അത് കാരണത്താൽ അവർക്ക് ഈ ആത്മീയ വരങ്ങൾ ലഭിക്കുകയാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? 40 ദിവസം മോശ സിനായി പർവ്വതത്തിൽ ദൈവത്തോടൊപ്പം മേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. താഴ്വാരങ്ങളിൽ തമ്പടിച്ചിരുന്ന ഇസ്രായേൽക്കാർ മോശയെ പ്രതീക്ഷിച്ച് 40 ദിവസം കാത്തിരുന്നു. എന്നാൽ മോശയെ കാണാതായപ്പോൾ അവർ പറഞ്ഞു, മോശ തീർച്ചയായിട്ടും മരിച്ചിരിക്കണം. നമ്മളെ ഈ മരുഭൂമിയുടെ നടുവിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവൻ തിരോധാനം ചെയ്തു. ഇവിടെ നമുക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയ ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് നമ്മുടെ പഴയ അടിമത്തത്തിൻ്റെ നാട്ടിലേക്ക്, ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്നവർ തീരുമാനിച്ചു. മാത്രമല്ല അവരുടെ ആഭരണങ്ങളെല്ലാം ഒരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതിനാൽ ദൈവത്തിൻ്റെ മക്കളും ദൈവിക കൽപ്പനകളുടെ തൊറായുടെ അവകാശികളും ഒക്കെ ആയിരുന്ന ഇസ്രായേൽക്കാർക്ക് അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ച നഷ്ടപ്പെട്ടു. അവർ വീണ്ടും ഈ പ്രകാശത്തിൻ്റെ സ്രോതസ്സായ ദൈവത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് തള്ളി വിടപ്പെടുകയാണ്. അതിനാൽ ദൈവം എന്തു ചെയ്യുന്നു? കാലം മുമ്പോട്ട് പോയപ്പോൾ ആദാമിന് കൊടുത്ത ഈ വരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ഏലിയാബിൻ്റെ 3 മക്കൾ നല്ല തടിയും മിടുക്കുമൊക്കെ ഉള്ളവർ, അവരായിരിക്കും ഇസ്രായേലിനെ ഭരിക്കാനുള്ള രാജാവെന്ന് പ്രവാചകൻ ധരിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇവരാരുമല്ല, നിനക്ക് വേറെ മക്കൾ വല്ലതും ഉണ്ടോ? അങ്ങനെ ആടിനെ മേയ്ക്കാൻ പോയിരുന്നു ദാവീദിനെ പയ്യനെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ പ്രവാചകൻ മനസ്സിൽ പറയുന്നു, ഇവനാണ് ഇനി ഇസ്രായേലിനെ ഭരിക്കുവാനുള്ള രാജാവ്. അവിടെ ദാവീദിനെക്കുറിച്ച് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ബൈബിളിൽ 1 സാമുവേൽ 16:12 1 സാമുവേൽ 16:12 ദാവീദിനെക്കുറിച്ച് പറയുന്നത്, ഹി വാസ് റെഡി വിത്ത് ബ്യൂട്ടിഫുൾ ഐസ്. അവൻ പവിഴ നിറമുള്ളവനും മനോഹരമായ കണ്ണുകൾ ഉള്ളവനുമായിരുന്നു. ഇത് യഹൂദന്മാരെ കണ്ടിട്ടുള്ളവർക്കറിയാം, അങ്ങനെയുള്ളവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പവിഴ നിറവും മനോഹരമായ പച്ചയോ നീലയോ നിറത്തിലുള്ള കണ്ണുകളൊക്കെ ഉള്ളവർ.
അതൊരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ്. അപ്പോൾ ഇവിടെ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കും. ദാവീദാകട്ടെ ഈ ദൈവത്തിൻ്റെ ഈ വരങ്ങൾ എല്ലാം വാങ്ങിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നു? അവന് ഈ ദൈവത്തിൻ്റെ സ്തോത്രഗീതം ആലപിക്കുന്ന ഒരു വശം. എല്ലാ ദിവസവും നേരം വെളുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവൻ സംഗീതജ്ഞനായിരുന്നു. അതുകൊണ്ട് അവൻ ഉപയോഗിച്ചിരുന്ന കിന്നരം ഇങ്ങനെ ഭിത്തിയിൽ തൂക്കിയിടും. ജെറുസലേമിൽ ഒരു വർഷം ജീവിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, അവിടെ എല്ലാ വെളുപ്പിനും ദേശം 4 മണിയോടുകൂടി ശക്തമായ തണുത്ത കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ്. 2500 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന സ്ഥലമാണുള്ളത്. അങ്ങനെ കാറ്റടിക്കുമ്പോൾ ഈ ഹാർപ്പിലൂടെ അല്ലെ ഈ വീണയിലൂടെ ഈ കാറ്റ് കടന്നു പോവുകയും അത് ഉണ്ടാക്കുന്ന സ്വരത്തിൽ ദാവീദ് എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രഗീതം പാടി. അങ്ങനെ സ്തോത്രഗീതം പാടുമ്പോൾ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യർ, ഇസ്രായേൽക്കാർ എഴുന്നേറ്റ് ദാവീദിനോടൊപ്പം പാടി. അവരുടെ എല്ലാവരുടെയും പാട്ട് കേട്ടപ്പോൾ മൃഗങ്ങൾ, പക്ഷിജാലങ്ങൾ ഇവയെല്ലാം വന്ന് അവരും ഒരുമിച്ച് കൂടി. അപ്പോൾ ദാവീദിൻ്റെ പാട്ട് കേട്ട ഇസ്രായേൽക്കാർ മാത്രമല്ല, പക്ഷികളും മൃഗജാലങ്ങളും ഒക്കെ ഈ സ്തോത്രഗീതത്തിൽ ഒരുമിച്ച് ചേർന്നു എന്ന് നാം വായിക്കും. ഇതെല്ലാം റബിമാരുടെ ഇൻ്റർപ്രിട്ടേഷനാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനോഹരമായ നയനങ്ങളുള്ള ദാവീദിന് അവൻ്റെ മനോഹരമായ കാഴ്ച നഷ്ടപ്പെട്ടതെപ്പോഴാണ്? അവന് അവൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ അലസനായി യുദ്ധത്തിന് പോകാതെ മറ്റെല്ലാ പട്ടാളക്കാരും യുദ്ധഭൂമിയിലായിരിക്കുമ്പോൾ അവൻ മാത്രം കൊട്ടാരത്തിൽ അലസമായിട്ട് ജീവിക്കുന്ന അവസരത്തിൽ മട്ടുപ്പാവിലൂടെ നടക്കുമ്പോൾ താഴെ കുളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അവൻ നോക്കുക മാത്രമല്ല, അവൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് he noticed well that the woman was of exceeding beautiful appearance. അവനെ നിരീക്ഷിച്ചൊരു കാര്യം, ഈ സ്ത്രീ she was beautiful എന്ന് മാത്രമല്ല എക്സീഡിംഗ്ലി ബ്യൂട്ടിഫുൾ. അത് അവൻ്റെ മനസ്സിനെ, കണ്ണിനെ ആകർഷിച്ച ഒരു കാര്യമായി. അതിൽ നിന്ന് പാപം ജനിക്കുന്നു. ഈ സ്ത്രീയെ സ്വന്തമാക്കാൻ വേണ്ടി അവന് 2 തെറ്റ് ചെയ്യുന്നു. ഒന്ന്, വ്യഭിചാരം മറയ്ക്കുവാൻ വേണ്ടി അവളുടെ ഭർത്താവായ ഊറിയായെ കൂടി ചതിവ് പ്രയോഗിച്ച് കൊല്ലുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ദൈവത്തിൻ്റെ ഈ വരങ്ങൾ, സോവർണിറ്റി ആൻഡ് സോങ്സ്, ഇത് വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ദാവീദിനെ സംബന്ധിച്ച് 2 സാമുവേൽ 23:1 പറഞ്ഞിരിക്കുന്നത്, ഡേവിഡ് ദ സ്വീറ്റ് സിംഗർ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് ഇപ്രകാരം പാടിപ്പറയുന്നു. അപ്പോൾ ദാവീദ് ഒരു നല്ല പാട്ടുകാരനായിരുന്നു. സംഗീത ഉപകരണങ്ങൾ അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വലിയ ഒരു കൊയർ അവൻ രൂപീകരിച്ചു. 1 ക്രോണിക്കിൾ, 1 ദിനവൃത്താന്തം 23:5 4000 പേരെ
താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിന് ദാവീദ് നിയോഗിച്ചു. നമ്മുടെ നാട്ടിൽ 4000 പേരുടെ ഒരു കൊയർ, അത് മാത്രമല്ല ഈ 4000 പേർക്കും പ്രത്യേകമായ സംഗീത ഉപകരണങ്ങളുണ്ടായി. എന്തു വലിയ ആഘോഷമായ ഒരു സ്തുതിപ്പായിരിക്കണം 4000 പേര് അവരെ ശീലിച്ചിട്ടുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുക. അതുമാത്രമല്ല ഈ 4000 പേർക്കും മാസശമ്പളം ഉണ്ടായിരുന്നു. അവരുടെ ഏക ജോലി പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകിച്ച് ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം എന്നുള്ളതായിരുന്നു. 1 ദിനവൃത്താന്തം 23:20. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ, പ്രത്യേകിച്ച് പൗരോഹിത്യത്തോട് ബന്ധമുള്ളവർ കർത്താവിനെ പാടി സ്തുതിക്കണം എന്നുള്ളത്. അപ്പോൾ ദാവീദ് പാട്ടുകാരനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. മാത്രമല്ല ഈ സംഗീതത്തിൻ്റെ ഗിഫ്റ്റ് അദ്ദേഹം എന്തു ചെയ്തു? അത് അനേകരിലേക്ക് പകർന്നു. 4000 പേരുടെ ഒരു കൊയർ രൂപീകരിച്ചു. അവർക്കെല്ലാവർക്കും വാദ്യ ഉപകരണങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. അവർക്ക് ശമ്പളം കൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവ ആരാധനയിൽ ദാവീദിനുണ്ടായിരുന്ന വലിയ താല്പര്യം കൂടെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയ അവസരത്തിലാണ് ഈ വീഴ്ച വരുന്നത്. ഈ വീഴ്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ആദാമിന് നഷ്ടപ്പെട്ട, ഇസ്രായേലിന് നഷ്ടപ്പെട്ട, അതുപോലെ ദാവീദിന് നഷ്ടപ്പെട്ട ഈ 2 വരങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ആദാം എന്നുള്ള ഹീബ്രു വാക്കിൽ 3 കോൺസണൻസ് ആണുള്ളത്. ആലഫ്, ദാലത്ത്, മീം. ഇനിയും ഈ 3 കോൺസണൻസിലെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആലഫ് സ്റ്റാൻഡ്സ് ഫോർ ആദാം. ദാലത്ത് സ്റ്റാൻഡ്സ് ഫോർ ഡേവിഡ്. അവസാനത്തെ മിം എന്ന് പറയുന്നത് മെഷീഹ. മെഷാഹ് എന്നുള്ള വാക്ക് അനോയിൻറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ആദാം എന്ന വാക്കിൽ ആദാമുമുണ്ട്, ദാവീദുമുണ്ട്, മെഷിഹായുമുണ്ട്. അതിനാൽ ഈ ആദാമിനും ഇസ്രായേലിനും ദാവീദിനും നഷ്ടപ്പെട്ട ഈ കൃപാവരം മുമ്പോട്ട് പോകാനായിട്ട് ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തത്? മെഷിഹായെ. അതിനാൽ തീർച്ചയായിട്ടും ഈ യഹൂദ വ്യാഖ്യാനപ്രകാരം സങ്കീർത്തനങ്ങളുടെ മൊത്തം പർപ്പസ് ദാറ്റ്സ് ഫോക്കസ്ഡ് ഓൺ ഫ്യൂച്ചർ മെസ്സിയ ഹു ഈസ് ദ ക്രൈസ്റ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യഹൂദ ചിന്ത അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ മെഷിഹായാണ് സങ്കീർത്തനങ്ങൾക്ക് അർത്ഥം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിറവേറണമെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? നമ്മൾ ഇനിയും ഒരളവിൽ മുമ്പോട്ട് പോവുകയാണ്. അപ്പസ്തോല പ്രവർത്തികളിൽ നാം വായിക്കുന്നു, പത്രോസും യോഹന്നാനും 3-ാം മണിക്കൂറിൽ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലേക്ക് പോയി. അവരെന്താണ് ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചത്? യഹൂദരുടെ യാമപ്രാർത്ഥനകൾ, അതിൽ ഭൂരിഭാഗവും ആ പ്രാർത്ഥനയുടെ കണ്ടൻസ്, ഉള്ളടക്കം സങ്കീർത്തനങ്ങളായിരുന്നു.
അതിനാൽ യേശു കഴിഞ്ഞാൽ പിന്നെ വരുന്ന അപ്പസ്തോലിക കാലമാണ്. ഈ അപ്പസ്തോലിക കാലത്തിലെ രണ്ട് പ്രധാന അപ്പസ്തോലന്മാർ പത്രോസും യോഹന്നാനും യഹൂദരുടെ അമ്പലത്തിൽ ദേവാലയത്തിൽ പോയി യഹൂദരോടൊപ്പം സങ്കീർത്തനങ്ങൾ പാടുകയാണ് ചെയ്തത്. എന്നാൽ സഭ പിൽക്കാലത്ത് സിനഗോഗിൽ നിന്ന് വിട്ടുമാറി, അല്ലെങ്കിൽ സിനഗോഗ് ക്രിസ്ത്യാനികളെ അംഗീകരിക്കാതായി. അപ്പോൾ സഭയ്ക്ക് വേറൊരു കൾച്ചർ ഉണ്ടായി, അല്ലെങ്കിൽ വേറൊരു പ്രാർത്ഥന രീതികൾ ഒക്കെ ഉണ്ടായി. ഞാനിവിടെ ഉദ്ധരിക്കുന്ന ഒരു സംഗതി നമ്മുടെ അന്ത്യോക്യൻ സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, നമ്മുടെ ഭാഷ്യത്തിൽ ജോൺ ക്രിസോസ്റ്റമാണ് മാർ ഇവാനിയോസ്, സെയിൻറ്റ് ഇവാനിയോസ്. അപ്പോൾ അദ്ദേഹം ആദിമ സഭയെക്കുറിച്ച് 4-ാം നൂറ്റാണ്ടിലെ അന്ത്യോക്യൻ അല്ലെങ്കിൽ സിറിയൻ സഭയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക: When the faithful have a vigil at the church, David is at the beginning, in the middle and at the end. അപ്പോൾ വിശ്വാസികൾ യാമപ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഡേവിഡ് ഈസ് അറ്റ് ദ ബിഗിനിങ്, ഇൻ ദ മിഡിൽ ആൻഡ് അറ്റ് ദ എൻഡ് എന്ന് പറയുമ്പോൾ ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും ഡേവിഡാണ്, ദാവീദാണ്. ദാവീദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. ഇഫ് അറ്റ് ഡോൺ ദേ വിഷ് ടു സിംഗ് ഹിംസ്, ഇറ്റ്സ് അഗെയിൻ ഡേവിഡ് ഹൂ ബിഗിൻസ്, കണ്ടിന്യൂസ് ആൻഡ് കൺക്ലൂഡ്സ്. നമ്മൾ ആദ്യം പറഞ്ഞത് വിജിലാണ്, സന്ധ്യാപ്രാർത്ഥനയാണ്. ഇനിയും പ്രഭാത പ്രാർത്ഥന എടുക്കുമ്പോഴും ഇറ്റ് ഈസ് ഡേവിഡ് ഹൂ ബിഗിൻസ്, കണ്ടിന്യൂസ് ആൻഡ് കൺക്ലൂഡ്സ്. അവിടെ ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ബിഗിൻസ്, കണ്ടിന്യൂസ് ആൻഡ് കൺക്ലൂഡ്സ് എന്ന് പറയും. ഇൻ ദ ഫ്യൂണറൽ പ്രൊസഷൻസ് ആൻഡ് അറ്റ് ഫ്യൂണറൽ സർവീസസ് ഇറ്റ് ഈസ് ഡേവിഡ് ഹൂ ഈസ് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. മരിച്ചടക്കിന് നമ്മൾ വഴിക്കാല എന്ന് പറയും, അതായത് വിലാപ യാത്ര. ഈ മരിച്ചവരെ കൊണ്ടുള്ള വിലാപയാത്രയിലും അതുപോലെ മരിച്ചടക്കിൻ്റെ കർമ്മങ്ങളിലും ഇറ്റ് ഈസ് ഡേവിഡ് ഹൂ ഈസ് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അപ്പോൾ ആദ്യത്തിലും അവസാനത്തിലും സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ അന്നത്തെ സഭയുടെ പ്രാർത്ഥനകൾ, ആരാധനകൾ എങ്ങനെ ഈ സങ്കീർത്തനങ്ങളിൽ കേന്ദ്രീകൃതമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത് യഹൂദ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. നമ്മൾ പറഞ്ഞു അപ്പസ്തോല പ്രവൃത്തി 3:1 പത്രോസും യോഹന്നാനും 9th hour 9 മണി സമയത്ത് ദേവാലയത്തിൽ പോയ കാര്യം. ഇനിയും വേറൊരു സഭാപിതാവ്, നമ്മൾ ഒരു പൗരസ്ത്യ പിതാവിൻ്റെ കാര്യമാണ് ഇവാനിയോസിൻ്റെ അല്ലെങ്കിൽ ജോൺ ക്രിസോസ്റ്റമിൻ്റെ കാര്യത്തിൽ പറയുന്നത്. എന്നാൽ പാശ്ചാത്യ സഭയിലെ ഒരു പ്രധാനപ്പെട്ട പിതാവാണ് സെയിൻറ്റ് അഗസ്റ്റിൻ, മിസ്റ്റർ അഗുസ്തീനോസ്. അദ്ദേഹം പറയുന്നു, ഇസ്തേ കന്താത്തോർ സൽമോരും, ലത്തീനിൽ ഹി ഈസ് ദ സിംഗർ ഓഫ് സാംസ്. അപ്പോൾ യേശുവിനെ നിർവചിക്കുന്നത്, അഗസ്റ്റിൻ നിർവചിക്കുന്നത് ഹി ഈസ് ദ സിംഗർ ഓഫ് സാംസ്. നമ്മൾ പറഞ്ഞു വരുന്നത് ദാവീദും അതുപോലെ ഇസ്രായേൽക്കാർ, പ്രത്യേകിച്ച് ലേവ്യർ, ദൈവത്തെ പാടി സ്തുതിച്ചിരുന്ന ഒരു വലിയ ട്രഡീഷൻ ഉണ്ടായി. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടി കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച്
കർത്താവിൻ്റെ മുമ്പിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. 2 സാമുവേൽ 6:5. അപ്പോൾ ഇസ്രായേൽ ഭവനത്തിനും ദാവീദിനും ഉണ്ടായിരുന്ന ഒരു മ്യൂസിക്കൽ ട്രഡീഷൻ ആണ് സഭയിലേക്ക് കടന്നു വന്നത്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കർത്താവായ യേശുവിലാണ് സഭാപിതാക്കന്മാർ കണ്ടത്. കാരണം അതിൻ്റെ പൂർത്തീകരണം മാത്രമല്ല, കർത്താവ് തന്നെ പല പ്രാവശ്യം സങ്കീർത്തനങ്ങൾ പാടിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. യേശു തിരുവത്താഴം കഴിഞ്ഞ് സ്തോത്രഗീതങ്ങൾ പാടിയ ശേഷമാണ് ഗത്സമനിയിലേക്ക് പോയത് എന്ന് സുവിശേഷകന്മാർ പറയുന്നു. പെസഹ തിരുനാളിൻ്റെ അവസാന ഭാഗം സ്തോത്രഗീതമായിരുന്നു. ഈ സ്തോത്രഗീതം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഹല്ലേൽ സാംസ്, സ്തുതിപ്പിൻ്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന 136 സങ്കീർത്തനം, അതുപോലെ 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളെല്ലാം ഈ ഹല്ലേൽ സാംസിൽ പെടുന്നതാണ്. കർത്താവ് തൻ്റെ തിരുവത്താഴത്തെക്കുറിച്ച് പറഞ്ഞത് സങ്കീർത്തനം 116:13, ദ കപ്പ് ഓഫ് സൽവേഷൻ ഐ വിൽ ടേക്ക് അപ്പ്, ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തും. അതുപോലെ കർത്താവിനെക്കുറിച്ച്, കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് സങ്കീർത്തനം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം സങ്കീർത്തനം 116:15 വാക്യം, പ്രഷ്യസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ് is the death of his faithful ones. ഇതുപോലെ അനേകം ഉദ്ധരണികൾ ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിചിതമായ സംഗതിയാണ് ദിസ് ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്, സങ്കീർത്തനം 118:24. അതുപോലെ യൂദാസ്കറിയത്തായെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവൻ അല്ലെങ്കിൽ അപ്പം കഴിക്കുന്നവൻ അവന് കുതികാല് ചവിട്ടി എന്ന് പറയുമ്പോൾ, ഹീ ഹു ഈറ്റ്സ് ബ്രെഡ് വിത്ത് മീ ഹാസ് ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഹീൽ അഗൻസ്റ്റ് മീ. സങ്കീർത്തനം 41:10. അതുപോലെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ നീ എന്തുകൊണ്ട് കൈവിട്ടതും ഉപേക്ഷിച്ചതും എന്തിന് എന്നുള്ള കുരിശിലെ പ്രാർത്ഥന നമുക്കറിയാവുന്നതുപോലെ സങ്കീർത്തനം 22 ആരംഭമാണ്. അതുപോലെ കർത്താവ് കുരിശിൽ മരിക്കുന്ന സമയത്ത് പറഞ്ഞ പ്രാർത്ഥന, ഫാദർ ഇൻ ടു ദൈ ഹാൻഡ്സ് ഐ കമൻഡ് മൈ സ്പിരിറ്റ്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ എൻ്റെ ജീവനെ ഫലമേൽപ്പിക്കുന്നു. അതുപോലെ അനേകം സങ്കീർത്തനങ്ങൾ കർത്താവ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ സാധിക്കുന്നത് പഴയ നിയമത്തിലെ ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ എണ്ണുകയാണെങ്കിൽ ആകെ 360 ഉദ്ധരണികൾ പഴയ നിയമത്തിൽ നിന്നുണ്ട്. അതിൽ 360 ഉദ്ധരണികളിൽ 112 എണ്ണവും സങ്കീർത്തനങ്ങളിൽ നിന്നുള്ളതാണ്. അതിനാൽ സങ്കീർത്തനങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിരുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനിയും നമ്മൾ സങ്കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 2-3 കൊച്ചു കാര്യങ്ങൾ. നമുക്ക് ഇസ്രായേലിനോടൊപ്പം നമുക്ക് സങ്കീർത്തനങ്ങൾ ആലപിക്കാം. അതായത് പഴയ നിയമ പശ്ചാത്തലത്തിൽ മനുഷ്യൻ്റെ സന്തോഷവും സങ്കടവും വേദനയും പരാതികളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്
പഴയ നിയമത്തോടൊപ്പം അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പം നമുക്ക് സങ്കീർത്തനങ്ങൾ ചൊല്ലാൻ പറ്റും. ക്രിസ്തുവിനോടൊപ്പം നമുക്ക് സങ്കീർത്തനങ്ങൾ ചൊല്ലാൻ പറ്റും. കാരണം സങ്കീർത്തനങ്ങൾ മുഴുവൻ യേശുവിൽ കേന്ദ്രീകൃതമാണ്. ഇനിയും നമ്മൾ സഭയോടൊപ്പം നമുക്ക് സങ്കീർത്തനങ്ങൾ ചൊല്ലാം. സഭയുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും ആവലാതികളും സന്തോഷങ്ങളും പരാജയങ്ങളും വിജയങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ആകുലതകൾ സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് സങ്കീർത്തനങ്ങൾ ചൊല്ലാൻ പറ്റും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സങ്കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ ഒന്ന്, ഈ സങ്കീർത്തനങ്ങളെല്ലാം പരിശുദ്ധാത്മാ പ്രേരിതമാണ്. ദേ ആർ ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് നമ്മൾ പിതാവിനോട് ഇത് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിലാണ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവിലൂടെ ആണ് പ്രാർത്ഥിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് മനുഷ്യരെ കൊണ്ട് എഴുതിച്ച ആണല്ലോ ഈ സങ്കീർത്തനങ്ങൾ. അതിനാൽ ആ സങ്കീർത്തനങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ പരിശുദ്ധാത്മാവും യേശുവും നമ്മളോടൊപ്പം പിതാവിനോട് പ്രാർത്ഥിക്കുക. സഭയുടെ പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് യാമപ്രാർത്ഥനകളിൽ സങ്കീർത്തനങ്ങളാണ് ഒരു പ്രധാന പങ്ക്. അതിനാൽ സങ്കീർത്തനങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നത് നമുക്ക് ഇറ്റ്സ് എ ഹെൽത്തി ഹാബിറ്റ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരം എന്നതിനേക്കാൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ, പ്രത്യേകിച്ച് യാമ പ്രാർത്ഥനകൾ അത് നീണ്ടതാണ് എന്ന് പറഞ്ഞ് പരാതി പറയാം. അതേസമയം തന്നെ അത് നമുക്ക് ആസ്വദിച്ച് ക്രിസ്തുവിനോടൊപ്പം, ഇസ്രായേലിനോടൊപ്പം, യഹൂദ മതത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോടും കർത്താവിൻ്റെ മണവാട്ടിയായ സഭയോടും ചേർന്ന് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതിനാൽ സങ്കീർത്തനങ്ങളെ വേറൊരു രീതിയിൽ നമ്മൾ ശ്ലാഘിക്കുവാനും അത് മനസ്സിലാക്കുവാനും, ഇത് മുഴുവൻ ക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇതൊന്നും അർത്ഥരഹിതമായി എഴുതപ്പെട്ടിട്ടുള്ളതല്ല. തമ്പുരാൻ്റെ അനന്തമായ പരിപാലനയിൽ ലോകാവസാനം വരെ ഈ സങ്കീർത്തനങ്ങൾ ആയിരിക്കും ഇനിയും സഭയെ നയിക്കുവാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനക്രമത്തിൽ നമ്മൾ ചൊല്ലുന്ന കുക്കിലിയോൻ എല്ലാം സങ്കീർത്തനങ്ങളിലാണ് ആരംഭിക്കുക. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ദേവമാതാവിനെക്കുറിച്ചുള്ള കുക്കിലിയോൻ നിന്നാൾ സ്തുതിയുടെ രാജമകൾ 45-ാം സങ്കീർത്തനത്തിൻ്റെ 9 മുതൽ 11 വരെ വാക്യങ്ങളാണ്. അതുപോലെ നയവാൻ പന പോലെ തളിർത്തിടുമേ എന്നുള്ള ആ കുക്കിലിയോൻ തുടങ്ങുന്നത്, കുക്കിലിയോൻ സങ്കീർത്തനം 92-ൻ്റെ 12-13 വാക്യങ്ങളാണ്. മക്കളിലപ്പൻ കൃപ ചെയ്യുവതുപോലെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുക്കിലിയോൻ സങ്കീർത്തനം 103 13 മുതൽ 15 വരെ വാക്യങ്ങളാണ്. അങ്ങനെ എല്ലാ കുക്കിലിയോൻ്റെയും ആരംഭം സങ്കീർത്തനങ്ങളിലാണ്. അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനക്രമം മനസ്സിലാകണമെങ്കിൽ, അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ആഴമായ ഒരു അറിവുണ്ടാകണം. അതിന് ഇന്നത്തെ ഈ ക്ലാസ്, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ പ്രാർത്ഥന പുസ്തകമാണ്, സ്തുതിപ്പിൻ്റെ പുസ്തകമാണ് സെഫർ തെഹില്ലീം, ദ ബുക്ക് ഓഫ് ഹിംസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഹൂദ റബ്ബിമാർ പഴയ കാലം മുതൽ ഇത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത് ചെന്ന് അവസാനിക്കുന്നത്, സങ്കീർത്തനങ്ങളുടെ ഈ പരമ്പര പോയി അവസാനിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് യഹൂദന്മാർ തന്നെ പറഞ്ഞു വച്ചിരിക്കുക.
അവർ യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിലും നമ്മൾ യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുന്നത് കൊണ്ട് ഇതിനെല്ലാം നമുക്ക് അർത്ഥം കൈവരിക്കുകയാണ്. ഇത് കൂടുതൽ ആഴത്തിൽ സങ്കീർത്തനങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് ഒരു ദാഹം, ഒരു ആഗ്രഹം, അല്ലെ ഒരു കൊതി തോന്നുന്നെങ്കിൽ ഇന്നത്തെ ക്ലാസ് സഫലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.